ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 നിങ്ങളുടെ സ്കൂളുകളിലും ക്ലബ്ബുകളിലും നടക്കുന്ന സ്പേസ് ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സ്പേസ് ക്വിസിൽ മാത്രമല്ല, ചാന്ദ്രദിനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടിന്റെയും സിലബസ് ഏകദേശം സെയിം തന്നെയാണ്. ചാന്ദ്രദിന ക്വിസിൽ ചന്ദ്രനെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചാന്ദ്രദിന ക്വിസും കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പേസ് ക്വിസിൽ പങ്കെടുക്കുന്നവരും ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്നവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ക്വിസ് വീഡിയോ കാണുന്നതിന് പകരം ഒരു ക്ലാസ് കേൾക്കുന്നത് പോലെ ഒരു പുസ്തകം എടുത്ത് നിങ്ങൾ ഈ ഒരു പേനയും എടുത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. അതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏത്? ഉത്തരം ആര്യഭട്ട. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. 1975 ഇന്ത്യ ആദ്യത്തെ ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഉത്തരം ആര്യഭട്ടയാണ്. അഡീഷണൽ ആയിട്ട് ഭാസ്കര 1 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം കൂടി ഓർത്തിരിക്കുക. അത് ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹമാണ്. ആദ്യത്തെ ഉപഗ്രഹമല്ല, ആദ്യത്തെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹമാണ്. പലപ്പോഴും ഇത് ക്വിസ് മത്സരത്തിൽ ചോദിച്ചു കാണാറുണ്ട്. ആദ്യത്തെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹം ഭാസ്കര 1ഉം ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആര്യഭട്ടയുമാണ്. 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ സൗരയൂഥത്തിലെ അതായത് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹം അല്ലെങ്കിൽ പ്ലാനറ്റ് ഏതാണ്? ഉത്തരം വ്യാഴം അല്ലെങ്കിൽ ജുപിറ്റർ. അതായത് വലിപ്പത്തിന്റെ കാര്യത്തിലും പിണ്ഡത്തിന്റെ കാര്യത്തിലും, പിണ്ഡം എന്നത് മാസിന്റെ മലയാളമാണ്, അതായത് സൈസിന്റെ കാര്യത്തിലും മാസിന്റെ കാര്യത്തിലും നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും വലിയ പ്ലാനറ്റ് എന്ന് പറയുന്നത് വ്യാഴം അല്ലെങ്കിൽ ജുപിറ്റർ ആണ്. ഭൂമിയുടെ കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മുടെ സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി. 5ാം സ്ഥാനത്താണ് ഭൂമി ഉള്ളത്. ഓക്കെ, 1ാം സ്ഥാനത്ത് വ്യാഴം, വലിപ്പത്തിന്റെ കാര്യത്തിലും പിണ്ഡത്തിന്റെ കാര്യത്തിലും ജുപിറ്റർ തന്നെയാണ് മുന്നിൽ. മൂന്നാമത്തെ ചോദ്യം, ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ. ഉത്തരം യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ. ചന്ദ്രന്റെയോ മറ്റു കാര്യങ്ങളും ഒന്നല്ല ചോദിച്ചിരിക്കുന്നത്, സ്പേസിലേക്ക് പോയ ആദ്യത്തെ മനുഷ്യനെ പറ്റിയാണ്. ഉത്തരം യൂറി ഗഗാറിൻ. 1961 വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തിലേക്ക് എത്തിയത്. പേടകത്തിന്റെ പേരും വർഷവും ഓർത്തിരിക്കുക. 1961 വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് എത്തിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം രാകേഷ് ശർമ്മയാണ്. അതുകൂടി ഓർത്തിരിക്കുക. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ യൂറി ഗഗാറിൻ, ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ചോദ്യം നമ്പർ 4, നമ്മുടെ സൗരയൂഥത്തിൽ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് ഏത് ഗ്രഹത്തെയാണ്? ഉത്തരം ചൊവ്വ അല്ലെങ്കിൽ മാർസ് ആണ്. മാർസിനെയാണ് നമ്മൾ റെഡ് പ്ലാനറ്റ് അല്ലെങ്കിൽ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഉപരിതലത്തിലെ, അതായത് മാർസിന്റെ അല്ലെങ്കിൽ ചൊവ്വയുടെ ഉപരിതലത്തിലെ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കാരണമാണ് ഇതിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്ലാനറ്റിനെ റെഡ് പ്ലാനറ്റ് അല്ലെങ്കിൽ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഉപരിതലത്തിലെ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. ചോദ്യം നമ്പർ 5, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് മിഷൻസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് മിഷൻസ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ISRO രൂപീകരണത്തിന് വഴിതെളിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 6, സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ സോളാർ സിസ്റ്റത്തിലെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഏതാണ്?
നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ശുക്രൻ അല്ലെങ്കിൽ വീനസ് ആണ്. നമുക്ക് നോക്കുമ്പോൾ ഉത്തരം ബുധനാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളത് ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ്. പക്ഷെ ശരിയായ ഉത്തരം ശുക്രനാണ്. സൂര്യനിൽ നിന്ന് രണ്ടാമതുള്ള വീനസ് ആണ് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം. അതിന്റെ കാരണം കൂടി ഓർത്തിരിക്കുക. ശുക്രനിലെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കാരണമുണ്ടാകുന്ന ഹരിതഗൃഹ പ്രഭാവം, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് മൂലമാണ് ഇവിടെ ഭയങ്കര ഹോട്ട് ആവാനുള്ള റീസൺ. ഉത്തരം ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് വീനസ് ആണ്. ഓർത്തിരിക്കുക, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് മൂലമാണത്. ചോദ്യം നമ്പർ 7. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്കെത്താൻ ഏകദേശം എത്ര സമയമാണ് എടുക്കുന്നത്? ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ്. ടോട്ടലായി പറയുകയാണെങ്കിൽ 500 സെക്കൻഡ് സമയമാണ് സൂര്യനിൽ നിന്നുള്ള ഒരു സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ചാന്ദ്രദിന ക്വിസിൽ ചന്ദ്രനിലെ ഒരു പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ചോദിച്ചിരുന്നു. അത് 1.3 സെക്കൻഡ് ആണ്. അപ്പോൾ അതുകൂടി അഡീഷണൽ ആയി ഓർത്തിരിക്കുക. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സെക്കൻഡ് 1.3 ആണ് എന്ന് ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 8. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേരെന്താണ്? ഉത്തരം വിക്രം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേരാണ് വിക്രം. നമ്മൾ നേരത്തെ പറഞ്ഞ വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ചോദ്യം നമ്പർ 9. നമ്മുടെ ഗാലക്സിയുടെ പേരെന്താണ്? നമ്മുടെ ഗാലക്സിയുടെ പേരെന്ത്? നമ്മുടെ ഗാലക്സിയുടെ മലയാളത്തിലുള്ള പേരും ഇംഗ്ലീഷിലുള്ള പേരും ഓർത്തിരിക്കുക. ഉത്തരം ക്ഷീരപഥം. ഇംഗ്ലീഷിൽ മിൽക്കി വേ എന്നാണ് പറയുന്നത്. നമ്മുടെ ഗാലക്സിയുടെ പേര്, ഭൂമി ഉൾപ്പെടെയുള്ള നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ, മലയാളത്തിൽ ക്ഷീരപഥം. അതോടൊപ്പം നമ്മുടെ ഗാലക്സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗാലക്സിയുടെ പേര് കൂടി ഓർത്തിരിക്കുക. ആൻഡ്രോമിഡ എന്നാണ് നമ്മുടെ ഗാലക്സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗാലക്സിയുടെ പേര്. ഓക്കെ, ആൻഡ്രോമിഡ എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു ഗാലക്സിയാണ്. ചോദ്യം നമ്പർ 10. സൂര്യനെ പഠിക്കാനായി ISRO അയച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? സൂര്യനെ പഠിക്കാനായി ISRO അയച്ച ആദ്യത്തെ ഉപഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദിത്യ L1 എന്നാണ് ആ ഒരു ഉപഗ്രഹം അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ പേര്. സൂര്യനെ നിരീക്ഷിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ദൗത്യമാണിത്. ചോദ്യം നമ്പർ 11 പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്തിന്റെ അളവാണ്? പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് കാണുമ്പോൾ അതിനകത്ത് വർഷം എന്നുള്ള വാക്കുള്ളത് കൊണ്ട് പലരും ഇത് സമയത്തിന്റെ അളവാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇത് ദൂരത്തിന്റെ അളവാണ്. ഡിസ്റ്റൻസ് പറയുവാനാണ് നമ്മൾ ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ പ്രകാശവർഷം എന്ന യൂണിറ്റ് അല്ലെങ്കിൽ അളവ് ഉപയോഗിക്കുന്നത് നമ്മുടെ സൗരയൂഥത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി സ്പേസുമായി ബന്ധപ്പെട്ട ഡിസ്റ്റൻസുകൾ പറയുമ്പോഴാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറ്. 12ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ ഔദ്യോഗിക പേരെന്താണ്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ ഔദ്യോഗിക പേര്? ഉത്തരം സിമ്പിൾ ആണ്. മംഗൾയാൻ ആണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്. 2013 വിക്ഷേപിച്ച ഈ ദൗത്യം ചൊവ്വയെ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. എന്താണ് പേര്? മംഗൾയാൻ. അടുത്ത ചോദ്യം. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മൃഗം ഏതാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മൃഗം, ആ മൃഗത്തിന്റെ പേര് കൂടി പറയുക. സ്പേസ് ക്വിസിലും ചാന്ദ്രദിന ക്വിസിലും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മൃഗം. സ്പേസിലേക്ക് എത്തിയ ആദ്യത്തെ ആനിമൽ ലൈക്ക എന്ന് പറയുന്ന ഒരു നായയാണ്. വർഷം ഓർത്തിരിക്കുക 1957. പേടകത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പുട്നിക് 2. 1957 സ്പുട്നിക് 2 എന്ന് പറയുന്ന പേടകത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തിലേക്ക് അയച്ചത്. ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം നമ്പർ 14. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി, ഇംഗ്ലീഷിൽ സ്പേസ് ടെലിസ്കോപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ടെലിസ്കോപ്പ് ഏത്?
ഉത്തരം ആൻഡ്രോസാറ്റ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ടെലിസ്കോപ്പാണ് ആൻഡ്രോസാറ്റ്. 2015 ഇതിനെ വിക്ഷേപിച്ചത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനിയാണ് ആൻഡ്രോസാറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. നമുക്കിനി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 15ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ പർവ്വതത്തിന്റെ പേര് കൂടി പറയുക. നമ്മുടെ സൗരയൂഥത്തിലെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ തൊട്ടടുത്തുള്ള ചൊവ്വയിലാണ്, അതായത് മാർസിലാണ്. ഒളിമ്പസ് മോൺസ് എന്നാണ് ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേര്. ഇതാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം. പേര് മറക്കരുത്, ഒളിമ്പസ് മോൺസ്. 15 ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ കൂടി കൂട്ടി 30-35 ചോദ്യങ്ങൾ നിങ്ങൾ ഇതുവരെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. സൗരയൂഥത്തിലെ മനോഹരമായ വളയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഓക്കെ, ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ വിജയികളെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ പേര് നമുക്ക് അറിയുകയുള്ളൂ. അതുകൊണ്ട് പേര് നിർബന്ധമായും കൊടുത്തിരിക്കുക. അപ്പോൾ സ്പേസ് ക്വിസിന്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി അധികം കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ സ്പേസ് ക്വിസിന്റെ ആദ്യത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. സ്പേസ് ക്വിസിന് വേണ്ടി മാത്രമല്ല, ചാന്ദ്രദിന ക്വിസിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.